പ്രിയമുള്ള നൂർ മുഹമ്മദിലെ പണ്ഡിത സുഹൃത്തുക്കളെ, 2 ദിവസമായി ക്ലാസ് വന്ന് കാണുന്നില്ല. എല്ലാവരും വിചാരിച്ചു കാണും ക്ലാസ് നിർത്തിവെച്ചു പോയി എന്ന്. അങ്ങനെയല്ല. ഒന്നാമത് തിരക്ക്, രണ്ടാമത് ഇന്നലെ നോക്കുമ്പോൾ സൗണ്ട് പറ്റപ്പോയി. ആ സൗണ്ട് പോയെങ്കിലും ഞാൻ ഒന്ന് എടുത്തു വിട്ടുനോക്കി. പക്ഷെ അത് വളരെ സൗണ്ട് കുറവായിട്ടാണ് കണ്ടത്. അൽഹംദുലില്ലാ, അള്ളാന്റെ മഹലായ ഫضല് കൊണ്ട്, മുത്തുനബിന്റെ ഫضല് കൊണ്ട്, ബർക്കത്ത് കൊണ്ടും ശബ്ദം ഇന്ന് തുറന്നു. അപ്പോ ആദ്യമായി പറയട്ടെ, ക്ലാസ് ഏറ്റെടുത്തത് കഴിവിന്റെ പരമാവധി പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. ക്ലാസ് നിർത്തിവെക്കൊന്നുമില്ല. അഥവാ കാണാതിരുന്നാൽ ഒന്നിരിക്കൽ വിളിക്കുക, അല്ലെങ്കിൽ PM നിന്ന് ബന്ധപ്പെട്ടാൽ മറുപടി കിട്ടും ഇൻഷാ അല്ലാഹ്. ആരും നിരാശപ്പെടണ്ട. വേണ്ടതുപോലെ എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക, നമ്മെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, മുത്തുനബി തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ പുക്കൾക്കൊടി കാണാനില്ല, ചേലാകർമ്മവും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അത്ഭുതം തന്നെയാണ്. സാധാ കുട്ടികൾ വരുന്നത് പോലെ അല്ലല്ലോ നബിന്റെ വരവ്. അങ്ങനെ വരാനും പാടില്ലല്ലോ. കാരണം നബി എന്ന് പറഞ്ഞ മഹാ അത്ഭുതങ്ങളാണല്ലോ. എല്ലാത്തിന്റെയും കാരണക്കാരെന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമാണ്. നബി ഉണ്ടായത് അത്ഭുതം, നബിന്റെ ഒളിവ്, നബിന്റെ വരവ്, നബിന്റെ പ്രഭ, നബിന്റെ ഉമ്മയിലും ഉപ്പയിലുമായിക്കൊണ്ട് ജസദോടുകൂടെ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന്റെ അത്ഭുതങ്ങൾ. നബി അല്ലാതെ ആർക്കെന്ത് ഈ അത്ഭുതങ്ങൾ? അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ. മുരിദൽ ഹബീബു മഖ്തൂഅൻ വ മഖ്തൂന. ഹബീബ് എന്ന് പറഞ്ഞ നബിയാണല്ലോ. മഹാനവറുകളെ പുക്കൾക്കൊടി മുറിക്കപ്പെട്ടതായിട്ടും ചേലാകർമ്മം ചെയ്യപ്പെട്ടതായിട്ടും പ്രസംഗിക്കപ്പെട്ടു. ഇത് നമ്മുടെ മൗലിദ് കിതാബുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ വായിക്കാറുണ്ട്, ചിലപ്പോൾ പ്രസംഗിക്കാറുമുണ്ട്. അടിസ്ഥാനം കിട്ടണമല്ലോ. ഇതൊക്കെ ഹദീസിലുള്ളതാണോ അതോ സ്വന്തം വക ഉണ്ടാക്കിയതാണോ ഒന്ന് പരിശോധിക്കണമല്ലോ. വഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട് മൗലിദ് കിതാബിലൊക്കെ. അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട റിപ്പോർട്ട്, ഖാൽ, മഹാൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മിൻ കറാമത്തി അലാ റബ്ബി അന്നി വുലിത്തു മഖ്തൂനൻ. എന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിൽ എനിക്ക് ജന്മം നൽകപ്പെട്ടു. അങ്ങനെ നൽകുക എന്നുള്ളത് എന്റെ റബ്ബിന്റെ മേൽ എനിക്കുള്ള ബഹുമാനമാണ്. ഒരാൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. വലം യറ അഹദുൻ സൗഅത്തി. എന്റെ നഗ്നഭാഗം ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം എന്താണ്? അല്ലാ യറ അഹദുൻ സൗഅത്തി ഇൻദൽ ഖിതാൻ. ചേലാകർമ്മം ചെയ്യുമ്പോൾ നഗ്നതയിലേക്ക് നോക്കേണ്ടി വരും. അതിൽ നിന്നും വ്യത്യസ്തമാക്കി നബിയെ അതുവരെ കാണണ്ട. എല്ലാ നിലയും സമ്പൂർണനായ ഒരാളാണ് നബി. അപ്പൊ ആ ചേലാകർമ്മത്തിൽ പോലും അവിടുത്തെ ലിംഗം കാണാൻ പാടില്ല. അതിനാണ് അല്ലാഹു തആല ആദ്യമേ ഭൂമി ലോകത്തേക്ക് വന്നപ്പോ ആ കർമ്മെല്ലാം കഴിച്ചു വിട്ടുകൊണ്ടുവന്നു. ഇനി ഈ ഹദീസിനെ പറ്റി എന്താ പറയാനുള്ളത് നോക്കുക. ഖാല ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുന്നു, തവാത്തുറത്തിൽ അഖ്ബാറു ബി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ മഖ്തൂനൻ. നബി തങ്ങൾക്ക് ജന്മം നൽകപ്പെട്ടത് ചേലാകർമ്മം സുന്നത്ത് കല്യാണമൊക്കെ കഴിച്ച രീതിയിലാണ് എന്നതുകൊണ്ടുള്ള ഹദീസ് തവാത്തുറാണ്, നിഷേധിക്കാൻ കഴിയുമില്ല. ആൽ ഹാഫിദ് ഇബ്നു കസീർ, ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഫമിനൽ ഹുഫാദ്, ഹാഫിദിന്റെ കൂട്ടത്തിൽ, ഹാഫിദ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ളവരാണല്ലോ. ഒരാൾ ഹിഫ്ളാവണമെങ്കിൽ എത്ര വേണം? അപ്പൊ ഹുഫാദിനുള്ള കാലഘട്ട അവര് പറയുന്നത് എന്താ? മൻ സ്വഹഹ വമിൻഹും മൻ ലഅഫഹ. ഇങ്ങനെയുണ്ട്. ഹുഫാദികൾ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്, അല്ല ഈ ഹദീസൊക്കെ ദഈഫാന്ന് പറഞ്ഞവരുണ്ട്. വമിൻഹും മൻ റആഹ മിനൽ ഹിസാൻ. അല്ല, ഇതൊക്കെ നല്ലതാണ് ഹദീസുകൾ എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. 3 അഭിപ്രായമാണ്. 3 അഭിപ്രായം എടുത്താലും തള്ളേണ്ടതില്ല, അംഗീകരിക്കാം. ഇതൊരു ഹദീസ്.
അപ്പോ ചേലാകർമ്മം ചെയ്യപ്പെട്ടതായി ഹദീസുകളിലുണ്ട്. അപ്പൊ മൗലിദ് കിതാബിൽ വന്ന് തെറ്റില്ലല്ലോ, അതൊന്നും കെട്ടുകഥയല്ല. പിന്നൊന്ന് പറഞ്ഞാൽ എന്താണ്, മഖ്തൂ എന്ന് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്റൂറൻ, നബി തങ്ങളെ മസ്റൂറായിട്ട് ജന്മം നൽകപ്പെട്ടു, ഉമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ മഖ്തൂ അസുറത്തി, പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടതായിട്ട്. നബിന്റേതല്ലാതെ മറ്റു കുഞ്ഞുങ്ങളൊക്കെ ലോകത്തേക്ക് വരുമ്പോ പൊക്കിൾ കൊടി മുറിഞ്ഞു കൊടുങ്ങി എത്ര വേണം, മുറിക്കേണ്ട ഭാഗം മുറിച്ചെടുക്കണ്ടേ, ഇതൊന്നും ഉണ്ടായിട്ടില്ല. വലിദ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ബാക്കി മഖ്തൂർ, ആ ഹദീസിന് കാണാം മഖ്തൂരൻ. മക്ഹൂരൻ, സുർമ്മയിട്ട് നല്ല അഴകുള്ള രൂപത്തിൽ. വലദീഫ മാബിയ ഖദർ, നബിയിൽ ഒരു മ്ലേച്ഛതയുമില്ല. കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉച്ചും വിളിയും പിടിപ്പൊക്കെ ഉണ്ടാവും, അതൊന്നും നബിക്കല്ല, എല്ലാം വൃത്തിയില്ല. ഞാൻ ഈ പറഞ്ഞ 2 ഹദീസ് കൊണ്ടുവന്ന് ഇവിടുന്ന് സീറത്തുൽ ഹലബിയിലുണ്ട്. 62, 63 പേജ് മറിച്ചാൽ ഈ സംഭവം കാണാൻ കഴിയും. ഇനി ഇതിനെപ്പറ്റി ഇബ്തിയാഉൽ ഉസൂൽ എന്തേ പറഞ്ഞു നോക്കാം. ഈ ഹദീസ് വഫിൽ മവാഹിബി, ഇബ്തിയാഇന്റെ മുസന്നി പറയുന്നു, മവാഹിബ് എന്ന കിതാബിൽ ഉദ്ധരണിയാണ്. ഖാലൽ ഹാക്കിമു ഫിൽ മുസ്തദറകി തവാത്തറത്തുൽ അഖ്ബാറു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്നദിൽ ഹാക്കിം എന്നവർ പറഞ്ഞത് ഈ അഖ്ബാർ അഥവാ അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം വലിദ മഖ്തൂനൻ, നബിക്ക് ജന്മം നൽകപ്പെട്ടത് മഖ്തൂനായിട്ടാണ് എന്നുള്ള ചർച്ച, അതിനെപ്പറ്റി വന്ന ഹദീസുകളൊക്കെ എന്താണ്, തവാത്തുറാണ്. അത് ഇബ്തിയാഉൽ ഉസൂലുണ്ട്. ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ അപ്പുറത്ത് അരബിത്തെടുത്ത് പറഞ്ഞു മതിയല്ലോ. അപ്പൊ മഖ്തൂനായിട്ടും പിന്നെന്ത് ചെയ്തു, പിന്നെ മക്ഹൂലായിട്ടൊക്കെ നബിക്ക് ജന്മം നൽകപ്പെട്ടു. ആ ഒരു കഥയല്ലേ മങ്കൂസും മൗലിദില് ജൈനി മഖ്ദൂം തങ്ങൾ ഹദീസ് പറഞ്ഞിട്ട് പാട്ടുപാടിയത്. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു, നബിയെ ജന്മം നൽകപ്പെട്ടത് ആമിന പ്രസവിച്ചത് മഖ്തൂനായിട്ടാണ്, മക്ഹൂലായിട്ടുമാണ്. അതൊക്കെ സ്വഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്, അതിനാരും തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. ഇനി നബിതങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഈ രൂപത്തിലൊക്കെ വന്നെങ്കിലും നബി ഇബാദത്തിലായിക്കൊണ്ട് തന്നെ വരും. കുട്ടിയാണ്, നബിന്റെ ജന്മം തന്നെ ഇബാദത്തിലാണ്, അതും അവൾ അറിയാം. വലമ്മ വലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് ജന്മം നൽകപ്പെട്ടപ്പോൾ വഖഅലൽ അർളി, നബിതങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു, ഭൂമിക്ക് വന്നു. മഖ്ബൂലത്തൻ അസാബിഅ യദിഹി, അവിടുത്തെ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ചിട്ട്. യുസ്സിറു ബിസ്സബാബത്തി, ആ കൈവിരലുകളെ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ മേപ്പോട്ട് എന്താക്കുന്നുണ്ട്, അങ്ങനെ ചൂണ്ടുന്നുണ്ട്. കൽമസ്ബിഹ, ചൂണ്ടുവിരൽ കൊണ്ട് അങ്ങനെ തടയുന്നത് പോലെ കാണിക്കുന്നുണ്ട് ഈ ഹദീസില്. വഫീ റിവായത്തിൻ അൻ ഉമ്മിഹി, ആമിന ബിബിയെ തൊട്ട് റിപ്പോർട്ടിൽ കാണാം, അന്നഹ കാലത്ത്, മഹദി പറയുന്നു, ലമ്മ ഖറജ മിൻ ബത്നി, ഉമ്മ പറയണല്ലോ കുട്ടിന്റെ കഥ, ഉമ്മല്ലേ പ്രസവിച്ച ഉമ്മ പറയട്ടെ, എന്റെ വയറ്റിൽ നിന്ന് കുട്ടി പുറത്തേക്ക് പോരുമ്പോ നദർത്തുയിലെ, കുട്ടിയിലേക്ക് ഞാൻ നോക്കി, അങ്ങനെ നോക്കുമല്ലോ കുട്ടി പുറത്തേക്ക് വന്ന അമ്മമാർക്ക് ഇതുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ആമിനായി കുട്ടിന്റെ മുഖത്തേക്ക് നോക്കി. ഫഇദൻ ഹുവ സാജിദ്, അപ്പൊ നോക്കുമ്പോ കുട്ടി സുജൂദിലാ. ഖദ് റഫഅ അസ്ബഅഹി കൽ മുതളർരിഇ, ഒരു വിനയുള്ളത് പോലെ അവിടുത്തെ 2 കൈവിരലുകൾ ഉയർത്തിയിട്ട് സുജൂദിൽ നിൽക്കുകയാണ്. ഇബാദത്തിലാ നബിന്റെ വരവ്. ഇനി വേറൊരു ഹദീസ്, വറവ ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ, ലമ്മ ഉലിദ, നബിക്ക് ജന്മം നൽകപ്പെട്ടപ്പോ, വഖഅല യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കൈയിന്റെ മേൽ സംഭവിച്ച് പുറത്തേക്ക് വന്നു. റാഫിയൻ റസൂൽ സമയം, ആകാശ ലോകത്തേക്ക് തല ഉയർത്തിയിട്ട് 2 കൈയിന്റെ മുകളിലായിട്ട് നബി തങ്ങൾ എന്താ കൈ കുത്തിയിട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നബി ഇങ്ങനെ വന്നു. അപ്പൊ നബിന്റെ വരവൊക്കെ ഇബാദത്തിലൂടെ മനസ്സിലാക്കാം. ഇതും സീറത്തുൽ നബിയ 64 കാണാൻ കഴിയും. ഇനി ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തല്ലോ ഇവിടെ, അത് മറ്റൊരു കിതാബ് നമുക്ക് പരിധി നോക്കാം.
റവ ഇബ്നു സഅദ്, നമ്മൾ ഈ പറഞ്ഞ ഹദീസ് തന്നെ ഇബ്നു സഅദ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. മിൻ ഹദീസ് ജമാഅത്തിൻ, ഒരു സംഘത്തിന്റെ ഹദീസ് എന്ന റിപ്പോർട്ട്. മിൻകും, ആ സംഘത്തിൽപ്പെട്ടവർ ആരൊക്കെയാണോ? അത്താഴ് ഒബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇവരാണ് ആ സംഘത്തിലുള്ളത്. ആ സംഘം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കൊണ്ടുവരുന്നത്. എന്താ ഇബ്നു സഅദ് പറയുന്നത്? ആ സംഘക്കാർ റിപ്പോർട്ട് ചെയ്ത എന്താ? അന്ന ആമിനത്തെ കാലത്ത്, നിശ്ചയമായിട്ടും ആമിന ബീവി മഹദി പറയുന്നു, ലമ്മ ഫസല മിന്നി, കുട്ടി എന്നിങ്ങനെ പിരിഞ്ഞു പോന്നപ്പോ, ഖറജ മിന്നി നൂറുൻ, എന്റെ കുട്ടി പോന്നപ്പോ എന്റെ ഇതിന് പ്രകാശം പുറത്തേക്ക് വന്നു. അലാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിന്റെ ദിശകൾക്കിടയിലൂടെ ആകെ പ്രകാശം വന്നു. സുമ്മ വഖ അലൽ അർദ്, പിന്നെയാണ് കുട്ടി വരുന്നത്. കുട്ടി വരുന്ന പ്രകാശം വന്ന് പിന്നെ കുട്ടി ഭൂമിയിലേക്ക് വന്ന് മുഅ്തമിദൻ അലാ യദി, രണ്ട് കൈ കുത്തിയിട്ടാണ് വരുന്നത്. എന്നിട്ട് സുമ്മ അഖദ ഖബലത മിന തുറാബി, മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് പിടിച്ചെടുത്തു ആര്? നബി. ഫഖബലഹ, എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വറഫഅ റഅസ ഇല സമായി, ആകാശ ലോകത്തിലേക്ക് നബി തങ്ങൾ തല ഉയർത്തി മണ്ണ് കയ്യിൽ പിടിച്ച് മുത്തുനബി തങ്ങൾ ഭൂമിയിലേക്ക് വന്ന രംഗമാണ്. ഇതൊക്കെ ഹദീസിലുണ്ട്. അത് തന്നെയാണ് എല്ലാ മൗലിദ് കിതാബിലും നബിനെ വർണ്ണിച്ച് ഏത് കിതാബിലും പറയാനുള്ളത്. നോക്കൂ, റാഫിഅൻ റഅസഹു വഫീ ദാലിക റഫ്ഇ ഇലാ കുല്ലി സുദദിൻ ഈമാഉ, നബി തങ്ങൾ അവിടുത്തെ തല ഉയർത്തിയതായിട്ടാ വന്നത്. അങ്ങനെ ആ തല ഉയർത്തുന്നതിലുണ്ട് എന്തുണ്ട്? എല്ലാ ഉയർച്ചയിലേക്കും ഒരു ചൂണ്ടലുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് നബി ഉയർന്നവരാണ്. അപ്പൊ നബിന്റെ ഉയർച്ചയാണ് കാണുന്നത്. മുത്തുനബി തങ്ങളുടെ വരവും നബി തങ്ങളുടെ ആദ്യത്തെ പ്രവൃത്തിയൊക്കെ കണ്ടാൽ അതെല്ലാം ഒരു ഉയർച്ചയിലേക്കും സർവർക്കൊരു നേതാവുക എന്നതിലേക്ക് ചൂണ്ടുപലകയാണ്. നബി എല്ലാം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നബി തങ്ങൾ എന്താണ്? ഉയർച്ചയിലാണ്. അതിന് താഴെ എല്ലാവരും കൊണ്ട് വരാനുമില്ല, ഒരു മനുഷ്യനുമില്ല, മലക്കില്ല, ജിന്നുമില്ല, ആരുമില്ല. എല്ലാത്തിനെയും കവച്ചു വെക്കുന്ന ഒരേ ഒരു നേതാവാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് ഞാൻ വായിച്ചത് എടുത്തതും ഷറഹുൽ ഹംസിയ എന്നൊരു കിതാബുണ്ട്, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഉണ്ടാക്കിയതാണ്. ഹംസിയ എന്ന് പറഞ്ഞ ബെയ്ത്തിന്റെ ഷറഹാണത്. അത് 130, 131 ഈ ചരിത്രം കാണാൻ കഴിയും. ഇത് നോക്കൂ, മൗലിദ് കിതാബ് അഥവാ നമ്മുടെ മങ്കൂസ് മൗലിദിന് കാണാൻ എന്ത്? لمولده الشريف بشائر وخوارق العادات ليلة مولده آياته والمعجزات كثيرة شهدت بصحتها وقول الحسدي. ഹബീബായ ഇവിടെ മൗലിദ് ഷരീഫായ മൗലിദ്. അപ്പോ ഉന്നതിയായ ആ നബിയുടെ പ്രസവത്തില് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ, അസാധാരണ സംഭവങ്ങൾ. നബിക്ക് ജന്മം നൽകിയ രാത്രിയിൽ അതിൻ്റെയുള്ള ദൃഷ്ടാന്തങ്ങളും അമാനുഷിക കഴിവ് എത്രയോ ഉണ്ട്. അതൊക്കെ ശരിയാണെന്ന് അസൂയാലുക്കൾ പോലും സമ്മതിച്ചിട്ടുമുണ്ട്. ആർക്ക് എതിർക്കാൻ കഴിയൂല. അപ്പൊ ഒക്കെ മനസ്സിലാക്കാം, മൗലിദ് കിതാബുകളൊന്നും വെറുതെയല്ല, തന്നിഷ്ടപ്രകാരം വിവരണ മൂല്യവർ എഴുതിച്ചതല്ല, അതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ നബിതങ്ങൾ യഥാത്തും നരവും അവിടെ പറഞ്ഞു. പിന്നെ ഒരു അത്ഭുതം ഉണ്ടായതെന്താ? ബിംബങ്ങൾ മുഴുവൻ തല കുത്തി മറിയുന്ന പരിപാടിയാ. ആകെ തല കുത്തി മറിയുന്നു, ഒന്നും ലെവൽക്ക് നിൽക്കണില്ല. ആ കഥ അബ്ദുൽ മുത്തലിബ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് വല്യാപ്പയാണ്. കഅബ, അങ്ങനെ കഅബയിലായിരുന്നു. കഅബയിൽ ചെന്ന് നോക്കുമ്പോ ഫറായത്തുൽ അസ്നാമ, വിഗ്രഹങ്ങളൊക്കെ ഞാൻ കണ്ടത് സഖതത്തുൽ അമാകിനിഹ, വിഗ്രഹങ്ങൾ നിന്ന സ്ഥലത്തൊന്നും ഇതൊക്കെ തകിടം മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഹറത് സുജ്ജദാൻ, സുജൂദ് കിടക്കണ മാനൊക്കെ തല കുത്തി വീട് കിടക്കുകയാണ്. മാത്രമല്ല, ഇതും അല്ലാത്തൊരു അത്ഭുത എന്നെ അത്ഭുതപ്പെടുത്തി. സമയത്ത് സൗത്തം മിൻ ജിദാരിൽ കഅബത്തി, കഅബയുടെ മതിലിൽ നിന്ന് ഞാൻ ശബ്ദം കേൾക്കുകയാണ്. യഖൂലു, ആ ശബ്ദം എന്താ പറഞ്ഞറിയോ? അൽ മുസ്തഫൽ മുഖ്താർ അല്ലദീ തഹ്ലികു ബിയദിഹിൽ കുഫാർ വയുതക്കിറു അല്ലെങ്കിൽ വയുതക്കിറു മിൻ ഇബാദത്തിൽ അസ്നാം വയഅ്മുറു ബിഇബാദത്തിൽ മലിക്കിൽ അല്ലാം. ഇതാണ് കേട്ടത്. ഇതൊരു ശബ്ദമാണ്.
മുസ്തഫയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, മുഖ്താറാണ്, ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അത്രയും ഉന്നതിയായ മഹാൻ, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മഹാൻ. ആ മഹാന്റെ കൈകൊണ്ട് കാഫിറൊക്കെ നശിച്ചു പോകും. വിഗ്രഹങ്ങളെ ഇബാദത്തിനെ തൊട്ട് ശുദ്ധി വരുത്തും. രാജാതിരാജനായ അല്ലാമൽ ഒയ്യൂബായ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കുട്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ അർത്ഥം. ഇത് പറഞ്ഞു. ഇതെവിടെ ഉണ്ട്? സീറത്തുൽ അറബിയയിലുണ്ട്. ഈ കഥ കാണാൻ കഴിയും. അങ്ങനെ വിദായത്തുൽ അന്നിഹായ എന്ന കിതാബില് യഹിയബിന് ഒരുപാട് തങ്ങൾ തുടങ്ങി. ഇപ്പോൾ അങ്ങനെ പോകുന്നു പരമ്പര. അങ്ങനെ പോയിട്ട് പറയാം വഫിൽ അലബിയ. എന്താ പറയണത്? വിഗ്രഹം തല കുത്തിയുടെ കഥ അബ്ദുൽ മുത്തലിബ് മാത്രമല്ല പറയണത്, വേറെ ടീമുണ്ട്. കാനു യജിത്തമിഊന ഇലാ സനമിൻ, ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിലേക്ക് ഈ ഖുറൈശിലും പ്രമുഖന്മാരും അല്ലാത്തവരൊക്കെ ഒരുമിച്ച് കൂടുന്നവരായിരുന്നു. അങ്ങനെ ഫദഖലു അലൈഹി ലൈലത്ത മൗലിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ജന്മം നൽകിയ സംഭവത്തിൽ ആ രാത്രിയിൽ ഈ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് കയറി വന്നു. വന്നു നോക്കുമ്പോ ഫറഅഹു മുനക്കിസൻ അലാ വജിഹിൻ, തല കീഴായിട്ട് കമഴ്ന്ന് കിടക്കുന്നതായി കണ്ടു, മുഖത്തിന്റെ മുകളിൽ കമഴ്ന്ന് കിടക്കുന്നതായി കണ്ടു. ഇത് കണ്ട അങ്കറു ദാലിക, അത് അവർക്ക് വെറുപ്പായി. അത് ശരിയാക്കി വെക്കും. വിഗ്രഹമുള്ള ദൈവല്ലേ, തല കുത്തി മറിഞ്ഞ് കിടക്കാനുള്ള അവിടെ സംഭവങ്ങൾക്ക് അറിയില്ലല്ലോ. ഇപ്പൊ അഹദൂഹു, ഓരതിനെടുത്തിട്ട് അതിന്റെ അവസ്ഥയിലേക്ക് തന്നെ മടക്കി നോക്കി. പങ്കലമംഗലാവൻ അനീഫ, വീണ്ടും വെറുക്കുന്ന രീതിയിൽ തന്നെ പിന്നി കുത്തി മറിഞ്ഞു പോകും. രണ്ടാമതും പോലെ പറദ്ദു മടക്കി പങ്കലമ കദാലിക സലാസ, 3 പ്രാവശ്യം ശരിയാക്കി വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ, ഒന്നും ലെവലാണില്ല. അങ്ങനെ വന്നപ്പോ ഈ ഒരുമിച്ച് കൂടിയ ആൾക്കാർ പറയാ, വിഗ്രഹത്തെ ചുറ്റുപാത്ത് വന്നു നോക്കുമ്പോ നമ്മളെ പടച്ചോപ്പൊന്നും ലെവലില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, അല്ലെ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എല്ലാവർക്ക് നിൽക്കണില്ല, കുത്തി മറിഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ പറയാണ് ഇന്നഹാദ ലി അംരിൻ ഹദസ, ഇവിടെ എന്തോ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്, ആ അത്ഭുതം കാരണമാണ് വിഗ്രഹം ഇങ്ങനെ ആയിരുന്നു പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് കുറച്ച് ബെയ്ത്തൊക്കെ പാടി, വിഗ്രഹത്തിനോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന രീതിക്ക് അങ്ങനെ പാടി. എന്താ പാട്ട് നോക്കുക? സീറത്തുൽ നബിയ 84 ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥ ഉള്ളത്. അത് മൗലിദ് കിതാബിൽ കാണാം, ഒരു 4-5 വരി. അയാസ്വാനമൽ ഈദില്ലദീ സഫഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. അവർക്ക് സന്തോഷമായി നൽകുന്ന ഒരു വിഗ്രഹമുണ്ട്, ചുറ്റുപാട് വന്നിരിക്കാൻ പറ്റുന്ന വിഗ്രഹം. ഖുറൈശി പ്രമുഖന്മാരും മറ്റു അകലത്തുനിന്നും അടുത്തുനിന്നൊക്കെ വരുന്ന സംഘത്തിന് ഉന്നതന്മാരൊക്കെ വന്നു കൂടുന്ന വലിയൊരു ദൈവം ഉണ്ടായിരുന്നു. വന്നു നോക്കുമ്പോ എന്തായി? അതിന് വിഗ്രഹത്തിൽ ചോദിക്കണമല്ലേ, നീ ഇപ്പൊ എന്താണ് ഇങ്ങനെ തല കീഴായി മറിഞ്ഞു വീട് നടക്കണത്? എന്താണ് ഇപ്പൊ സംഭവം? പറഞ്ഞുകൊണ്ടാ ഞങ്ങളോട്. നിന്റെ ഈ കടത്തം കണ്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു മുഷിപ്പുണ്ട്, വിഷമമുണ്ട്. കണ്ണുനീരാണെങ്കിലും മേഘത്തിനു സമാനമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടമുണ്ട് ഈ വിഷയത്തിൽ എന്ന് ഇവിടെ പറയുന്നു ആ പദ്യക്കാരൻ. സൗണ്ട് ഇപ്പോഴും വല്ല ക്ലിയർ ആയിട്ടില്ല. ഞങ്ങള് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? പറേ, ഞങ്ങൾ വല്ല തെറ്റും ചെയ്തത് ആണോ കൊണ്ടാണോ നീ ഇങ്ങനെ ആയത്? അത് സമ്മതിക്കുന്നു ഞങ്ങളിതാ, ഞങ്ങൾ മടങ്ങിക്കോളാം, തെറ്റിനെ തൊട്ട് ഞങ്ങൾ മടങ്ങാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പു തരണം, പറഞ്ഞുകൊണ്ടാ നിങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ എന്ന്. അല്ല, നീ ഇങ്ങനെ കുത്തിമറിഞ്ഞ് പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ വിഗ്രഹങ്ങൾക്കിടയിൽ നീ ഒരു റബ്ബയല്ല എന്ന് വരെ പറയുന്ന രീതിയിലൊക്കെ ഉറക്കി. ഈ പാട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഈ ഹദീസിന്റെ അടിസ്ഥാനങ്ങളിലാണ്, ഈ ചരിത്രത്തിലാണ്, അല്ലേ? ഇനി ഇവിടെ നമുക്ക് കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ വിഗ്രഹം കുത്തിമറിയാന്നുള്ളത്, ശേലാകർമ്മം ചെയ്യാന്നുള്ളത് നബിക്ക് മാത്രമുള്ളതല്ല, മറ്റൊരു ഉണ്ടായിട്ടുണ്ട് എന്നാ. എന്നിരുന്നാലും നബിക്ക് പ്രത്യേകത എണ്ണുമതൊക്കെ കണ്ണണല്ലോ. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിന് ജന്മം നൽകിയവരിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്.
ഇതൊക്കെ സീറത്തുൽ ഹലബിയെ മറിച്ചാൽ കാണും. എന്നാൽ സീറത്തുൽ ഹലബിയുടെ മുസന്നി പറയാണ്, ഇതൊക്കെ വായിച്ചിട്ട് പറയുന്നു, ഞാൻ പറയുന്നു എന്താ എനിക്ക് മനസ്സിലായതറിയോ, അത് അലിം താ നീ മനസ്സിലാക്കിയില്ലേ, അന്ന തങ്കീസുൽ അസ്ലാം വിഗ്രഹങ്ങളൊക്കെ കുത്തി പറയാന്നുള്ളത് തക്കററ നബിജിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിക്ക് അത് ആവർത്തനമായി ഉണ്ടായിട്ടുണ്ട്, ഒരു വട്ടമല്ല. ഇന്ദൽ ഹംലി വഇന്ദൽ വിലാദ, നബി തങ്ങളെ പ്രസവിക്കുന്ന സമയത്തുണ്ട്, ഗർഭിണിയാവുന്ന സമയത്തുണ്ട്. അപ്പൊ ഗർഭത്തിന്റെ സന്ദർഭത്തിലും പ്രസവത്തിന്റെ സമയത്ത് നബിക്ക് പ്രത്യേകമായുള്ളതാണ് വിഗ്രഹം വീയല്. അപ്പോ നബി തങ്ങൾ ഗർഭത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മഹാത്ഭുതമാണ് വിഗ്രഹം തല കുത്തി വീയല്. അത് നബിക്ക് മാത്രം പ്രത്യേകമായ ഒന്നാണ്, വേറെ ആർക്കും അതില്ല എന്നാണ്. അപ്പൊ അവിടെ ഇബാദത്ത് വിഗ്രഹം തലകുത്തി മറിയല്, നബി മഹത്തൂവായി മഹത്തൂനായി പ്രസവിക്കപ്പെടല്. ഇനി മറ്റൊന്ന് മനസ്സിലാക്കാനുള്ള എന്താ അറിയോ, മുത്ത് നബി തങ്ങൾക്ക് ഭൂമി ലോകത്തേക്ക് വരുമ്പോ സംസാരിച്ചൊരു വാക്കുണ്ട്. എന്തായിരുന്നു ആദ്യം നബി തങ്ങൾ സംസാരിച്ചത്? എല്ലാത്തിനും അത്ഭുതമാണല്ലോ, ഇതിലുമുണ്ട് അത്ഭുതം. സുഹൈലിയും അനിൽ വാഫിദി അന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ, നബിക്ക് ജന്മം നൽകപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്? തകല്ലമ, നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കാല ഇന്ന് നബി തങ്ങൾ പറയുന്ന ജലാലു റബ്ബി റഫീ എന്ന് പറഞ്ഞു, എന്റെ റബ്ബിന്റെ ജലാൽ റഫീ ആണ് എന്ന് ഈ ഹദീസിൽ കാണാം. ഇനി വേറൊന്ന്, ഉർവിയ അന്ന അവ്വലമാ തക്കല്ലമ ബിഹി ലമ്മ വലദത്തുഹു ഉമ്മുഹു, ആമിന ബീവി നബിയെ പ്രസവിക്കുമ്പോൾ നബി ആദ്യമായി സംസാരിച്ചത് ഹീന ഖുറൂജിഹി മിൻ ബത്നിഹ, ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുത്തുനബി തങ്ങൾ ഭൂമി ലോകത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ സംസാരിച്ച വാക്ക് ആദ്യത്തത് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഹലബിയ 67 കാണാൻ കഴിയും. പോരെ തെളിവുകൾ? അഖ്റജ അബൂ നുഐം അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഷഫാ അൻ ഉമ്മിഹി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ഉമ്മയാണ് ആര്? ഷഫാ എന്ന് പറയുന്ന മഹദി. ആ മഹദി ആമിന ബീവിന്റെ അടുത്ത് ഉണ്ടായിരുന്ന നബി തങ്ങൾ പ്രസവിക്കുമ്പോ കാലത്ത് മഹദി പറയാണ്, ലമ്മ വലദത്ത് ആമിനത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകഅല യദി മുത്ത് അലാ യദി, മുത്തുനബി തങ്ങളെ മുത്തുനബി തങ്ങളെ ആമിനാവി പ്രസവിച്ചപ്പോൾ എന്റെ കയ്യിലേക്കാണ് കുഞ്ഞു വന്ന് ഷഫാ പറയുന്നു. ഫസ്തഹല്ല, അപ്പൊ ആ കുഞ്ഞു ശബ്ദിച്ചിട്ടുണ്ട്. എല്ലാ കുഞ്ഞും കരയല്ലോ, പക്ഷെ നബിന്റെ ശബ്ദം ഇപ്പൊ സമയത്തു ഖായിലയ്യപ്പോൾ, അങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ കേട്ടു, റഹിമക്കല്ലാഹ് വ റഹിമക റബ്ബുക എന്നിങ്ങനെ പറഞ്ഞു. ഈ ഒരു വാക്കാണ് നബി. ഇങ്ങനെ പല രൂപത്തിൽ സംശയങ്ങളുണ്ട്, അല്ല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും നല്ല കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് നബിന്റെ മൊഴി എന്ന് മനസ്സിലായല്ലോ. അതാണല്ലോ എന്ത് പറയുന്നത്, ശമ്മത്തുൽ അംലാഖു ഇദ് വദഅതുഹു വശഫത്നാ ബിഖൗലിഹാ അശ്ശഫാഉ എന്ന്. നബിതങ്ങൾ അപ്പൊ നബിതങ്ങൾക്ക് അംലാക്കുകൾ ദ്വാർന്നു, മോശങ്ങളെ തൊട്ട് നബിതങ്ങൾ രക്ഷപ്പെടണം, അതുകൊണ്ട് രക്ഷ കൊണ്ട് തേടി, അല്ലെങ്കിൽ നബിന്റെ സ്ഥാനമാനം നിലനിൽക്കണം അതുകൊണ്ട് തേടി എന്നാവാം. ഷഫത്തിനെന്ന് പറഞ്ഞ നമ്മളെ സന്തോഷിപ്പിച്ചു, റാഹത്താക്കി. ഷഫ എന്ന് പറയുന്ന മഹദിയുടെ കൗല് കൊണ്ട് എന്നാണ്. അപ്പൊ അവിടെ സാധ്യതയുണ്ട്. എന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ ഉമ്മയാണ് ഷഫാ. അബ്ദു ബിൻ ഔഫിന്റെ മകളാണ് മഹദി പറയുന്നു. അപ്പൊ ഇവിടെ യഹ്തമിലു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹമിദ അല്ലാഹ്, അള്ളാഹനെ സ്തുതിച്ചു. അപ്പൊ സമ്മത്ത, അപ്പൊ നബി തങ്ങൾ എന്തായി? തസ്മീത്ത് നടത്തി യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ യഖൂനു മിൻ ജുംലത്തി മൻ തകല്ലമ ഫീ മഹദിഹി, തൊട്ടിൽ കടന്ന് സംസാരിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ നബിയാകും.
എന്തോ ആവട്ടെ, നബിതങ്ങൾ ആദ്യമായി സംസാരിച്ചിട്ടുണ്ട്, പലതും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് മുത്തുനബിതങ്ങളുടെ ജന്മകഥകൾ. തീർന്നിട്ടില്ലല്ലോ. ഇനി നമ്മൾക്ക് സംസാരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് മുത്തുനബിതങ്ങളുടെ ജന്മസമയം രാത്രിയാണോ പകലാണോ, രാത്രിയാണെങ്കിൽ എപ്പോ, പകലാണെങ്കിൽ എപ്പോ, മാസമേത്, സ്ഥലമേത്, ഇതിനെല്ലാം അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ അഭിപ്രായ ഭിന്നത മുഴുവൻ കൊണ്ടുവരാതെ അസ്വഹായതും മഷ്ഹൂറായതും ശരിയായതും മാത്രം പറയുക. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അത് തുടരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മിൽ നിന്ന് മുത്തുനബിയെ സ്വലാത്ത് ചെല്ലുന്ന ലിസ്റ്റിലേക്കാക്കി പുകഴ്ത്തുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നബി ഇഷ്ടപ്പെട്ട് നമുക്ക് ശഫാഅത്ത് നൽകി നബിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂടാൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ ഇഷ്ടക്കാർക്കും, നമ്മുടെ കുടുംബക്കാർക്കും, മാതാപിതാക്കൾക്കും, സഹായികൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കണമെന്നുണർത്തി ഈ ക്ലാസ്സുകൾ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും വിഷയങ്ങൾ ഗൗരവമായി പഠിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് പറയുന്നു.